ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിന്ന് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണിക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു. പിന്നെന്താ, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഭയങ്കര ഗുണമുള്ള സാധനം കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തൊണ്ടയ്ക്കൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെന്താ, അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാമേ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രാഗി സേമിയ എന്ന് പറഞ്ഞ സാധനമാണ്. അത് കടയിലൊക്കെ വാങ്ങിച്ചാൽ കിട്ടും. ഗുണമുള്ള സാധനമാണ്. ഭയങ്കര റിച്ച് പ്രോട്ടീനും കാൽസ്യം എല്ലാം അതിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. കാണുന്നുണ്ടോ? ഇതാണ് രാഗി. ഇതിൽ രാഗി പുട്ടെന്ന് എഴുതിയിട്ടുള്ളത്, പക്ഷെ നമുക്ക് സേമിയൻ്റെ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവുക അതിൻ്റെ പാക്കറ്റ്. ഞാൻ പൊട്ടിച്ച് നേരത്തെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് കാണുന്നു. ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഞാൻ എടുത്തിട്ട് കാണിക്കട്ടെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സേമിയ എന്ന് പറയുന്നത് എത്രയുണ്ടോ, നമ്മൾ എത്രയാണോ എടുക്കാൻ പോകുന്നത് അത് കുറച്ച് കുതിർന്ന് കിടക്കുന്ന രീതിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതാണ് രാഗി സേമിയ. ഉണ്ടല്ലേ, നമ്മുടെ പായസത്തിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ സേമിയ, പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് മറ്റേ മുത്താരി അരച്ച് അതിൽ കൂടെ ഉണ്ടാകുന്നത്. ഇത് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഇങ്ങനെ വലിയ ഒരു ഇതായിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചു കൊടുക്കുക. ഒന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര പൊടിക്കൊന്നും വേണ്ട, ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു വിട്ടാൽ മതി. ആ വലിയ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് കിട്ടും. ഇങ്ങനെ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റാണ് ഈ വെള്ളത്തിനകത്ത് ഇത് കുതിരണ്ട കേട്ടോ. 1 മിനിറ്റിന് കൂടുതൽ കൂടി പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുഴഞ്ഞ് മറ്റേ കോഴിക്കട്ട പരുവത്തിലായിരിക്കും കിട്ടുക. കറക്റ്റ് 1 മിനിറ്റ്. 1 മിനിറ്റിന് താഴെ കുറഞ്ഞു പോയാലും സാരമില്ല, കൂടി പോകരുത്. വെള്ളത്തിലിടുമ്പോൾ അത് ഇട്ട് കൊടുക്കാവേ. ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിടക്കുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ആ ഉപ്പൊന്നും ഇതിൽ പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതൊരു 1 മിനിറ്റ് ഇവിടെ കിടക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇത് വേവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഡ്ഡലി പാത്രത്തിലാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ രാഗി ഇവിടെ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ മറ്റേ ഈ തട്ട് വെക്കൂലേ, ഈ തട്ടിൻ്റെ മുകളിൽ ഒരു വെള്ളത്തുണി, നല്ല വൃത്തിയുള്ള തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള രാഗി സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ആ വെള്ളം പിഴിയണ്ട, ആ വെള്ളം ഒന്ന് വാർന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് അതങ്ങനെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. വേവാൻ കുറേ സമയമൊന്നുമില്ല. അതുപോലെ നമ്മൾ വെള്ളത്തിലുള്ള എല്ലാ സേമിയയും എടുത്തിട്ട് ഒന്നിങ്ങനെ നിരത്തി കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വലിയ പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാവും. നമുക്ക് ഇപ്പം തന്നെ ഏകദേശം കുറച്ച് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടച്ചു വെക്കാവേ. നല്ലപോലെ അങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ മതി.
ഇതൊരു 3 മിനിറ്റ് ആവി കയറിയാൽ മതി കേട്ടോ. മീഡിയം തീയിൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് നല്ലപോലെ ആവിയൊക്കെ വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇത് ചൂടെ എടുക്കണം, നമുക്ക് കൈ സൂക്ഷിച്ചിട്ട്. അല്ലേ, നല്ല വെന്ത് പരുവായിട്ട് വന്നിട്ടുണ്ട്. നല്ല ആവി പോകുന്നുണ്ട്. ഇതിപ്പോൾ ചൂടെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റണം. ആ തുണി അങ്ങനെ എടുത്ത് ഞാൻ പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാം. അതെ, തുണിയിലാക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. മറ്റേ പാത്രത്തിലാണ് നമ്മൾ ആക്കുന്നുണ്ടെങ്കിൽ ഇത്ര എളുപ്പത്തിൽ കിട്ടില്ല. ഇനി ഈ സേമിയ ഇപ്പോൾ നമ്മളങ്ങനെ ഒന്നിച്ചിട്ടേ കൊണ്ട് ആ ഇഡ്ഡലി പാത്രത്തിന് ആ പരുവത്തിന് കുറച്ച് കട്ടയായിട്ട് അരിഞ്ഞിട്ടുക. ഇത് ചൂടെ നമുക്കിങ്ങനെ വിടിവിക്കണം. ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വിടിവിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വിടിവിച്ചിട്ട് കൊടുക്കുക, തരി തരിയായിട്ട് എടുത്തിട്ട് കാണിക്കാവേ. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഇത് വിടിവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വിടിവിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒന്നും കട്ട പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഇനി താളിച്ച് നമ്മൾ ഉപ്പുമാവിൻ്റെ പരുവത്തിലാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഞാൻ വെറുതെ ഇങ്ങനെ വേവിച്ചു ഈറ്റപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാലിൽ ലേശം പഞ്ചസാര ഇട്ടിട്ട്, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടിട്ട് ഇതിലോട്ട് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ നമ്മൾ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയ പാത്രത്തിൽ കുറച്ച് എടുത്തിട്ടുണ്ട് സേമിയ. ഇനി നമ്മുടെ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ അതിലോട്ട് ഇങ്ങനെ ഒഴിക്കുക. ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത്. കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കഴിക്കും. നമുക്ക് ഒരു ഞാൻ കുട്ടിയാണെന്നുള്ളൊരു ഫീല് കിട്ടുന്ന പോലെ കേട്ടോ. കുട്ടികൾക്കൊക്കെ എങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. ഇല്ലല്ലേ, തേങ്ങാപ്പാലിൽ അത് ശകലം ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ കഴിക്കാൻ ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൽ പഞ്ചസാര വേണമെന്നുള്ളവർ ഇട്ടാൽ മതി. ഡയറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കടയിൽ പോയി മേടിക്കാൻ പോയപ്പോഴും അവർ പറയുന്നത് പെട്ടെന്ന് ഇത് തീർന്നു പോവാണ്. ഈ ഡയറ്റ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് മേടിച്ച് പോയി കഴിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് തീർന്നു പോവാ പോലും. അത്രയും ഗുണമുള്ള സാധനമാണ് കേട്ടോ ഇത്. പിന്നെ ഈ സേമിയ വേറെ രീതിയിൽ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കുക. എടുത്തതിന് ശേഷം ഒഴിച്ചെടുക്കട്ടെ. ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഉപ്പുമാവിന് ഉണ്ടാക്കൂലേ, അതുപോലെ ചെറുള്ളിയോ സവാളയോ എന്തെങ്കിലും അരിഞ്ഞിട്ട് ലേശം ചീഞ്ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇടുക. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടുക, അല്ലെങ്കിൽ ഉണക്കമുളകാണെങ്കിൽ ഉണക്കമുളക് ഇടുക. അതൊന്ന് താളിച്ചിട്ട് ഈ സാധനം അതിലേക്കിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയെ. എണ്ണ കൂടിപ്പോയാൽ രസം ഉണ്ടാവില്ലേ. അത് താളിക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. അത് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഇത് ഇങ്ങനെ വിടിവിച്ചെടുത്തതിന് ശേഷം ആ ചീഞ്ചട്ടിക്കകത്തോട്ട് ഇത് തട്ടിയിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഉപ്പുമാവ് കഴിക്കുന്ന പോലെ കിട്ടും. കുറച്ചും കൂടി ടേസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയതില്ലേ, അത് താളിച്ചെടുത്തതിന് ശേഷം തീയൊക്കെ ഓഫാക്കിയതിന് ശേഷം നമ്മൾ കഴിക്കാൻ സമയത്ത് തേങ്ങ ചിരകിയതും കൂടി അതിലിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ
കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. പിള്ളേർക്കൊക്കെ ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഈ തേങ്ങാപ്പാലൊക്കെ പിള്ളേർക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പം ഇങ്ങനെ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക പിള്ളേർക്ക്. നമ്മളും കഴിക്കണം. നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാലല്ലേ പിള്ളേർക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. പിന്നെന്താ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.